ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സിമറ്റിലെ നിയമനങ്ങൾ മാനദണ്ഡങ്ങൾ മറികടന്നാണ് എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി ചെയർപേഴ്സണായ സ്ഥാപനത്തിലാണ് സർവീസ് ചട്ടങ്ങളുടെ ലംഘനം. അനധികൃത നിയമനത്തിന്റെ തെളിവുകൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലുള്ള 11 നഴ്സിംഗ് കോളേജുകളാണ് സിമറ്റിന് കീഴിലുള്ളത്. ഇവിടെയാണ് ഡയറക്ടർ നിയമനത്തിൽ ചട്ടങ്ങൾ മറികടന്ന് ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ആശ എസ് കുമാറിനെ നിയമിച്ചത്. അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാകണമെന്ന നിബന്ധന കാറ്റിൽ പറത്തിയായിരുന്നു നിയമനം. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിച്ച ആശ എസ് കുമാറിനെ തുടർന്നുള്ള ഓരോ വർഷവും ഉത്തരവ് പുതുക്കിയാണ് അതേ കസേരയിൽ ഇരുത്തിയത്. 2023 സ്പെഷ്യൽ റൂൾസ് നിലവിൽ വന്നെങ്കിലും ഡയറക്ടർ നിയമനത്തിൽ മാത്രം മാറ്റം വരുത്തിയില്ല. ഒഴിവ് വരുന്ന തസ്തികകളിൽ അറിയിപ്പും സെർച്ച് കമ്മിറ്റിയുടെ പരിശോധനയും പൂർത്തിയാക്കി നിയമനങ്ങൾ നടത്തുമ്പോഴാണ് തലപ്പത്തെ നിയമനങ്ങളിൽ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കപ്പെടുന്നത്. യോഗ്യതയുള്ളവരെ ഒഴിവാക്കിയും ചട്ടങ്ങളിൽ ഇഷ്ടാനുസരണ ഭേദഗതി വരുത്തിയുമാണ് വകുപ്പിന് കീഴിൽ ചില നിയമനങ്ങൾ നടക്കുന്നത്. ഈ നിയമനങ്ങൾ ആവർത്തിക്കപ്പെടുന്നതും അവർ ഈ സ്ഥാനങ്ങളിൽ തുടരുന്നതും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കൂടി അറിഞ്ഞുകൊണ്ടോ എന്ന് മാത്രമാണ് ഉയരുന്ന ചോദ്യം. തിരുവനന്തപുരത്ത് നിന്നും ദേവൻ MP, ന്യൂസ് മലയാളം.